താനൂരിൽ ബോട്ട് ദുരന്തത്തിന്റെ പേരിൽ മന്ത്രി വി അബ്ദുറഹ്മാനെ കൊലയാളിയായി ചിത്രീകരിച്ച് ലീഗ് അതിരുവിട്ട പ്രചാരണം നടത്തുന്നുവെന്ന പരാതിയുമായി CPM രംഗത്ത്. അബ്ദുറഹ്മാനെ കൊലയാളിയായി ചിത്രീകരിക്കുന്ന പോസ്റ്ററുകളും പ്രചാരണവും തടയണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായി CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ തിരൂർ ഏരിയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അബ്ദുറഹ്മാനെ തിരൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ ലീഗ് കേന്ദ്രങ്ങൾ നടത്തുന്ന പ്രചാരണത്തിനെതിരെ CPM ആദ്യമായാണ് രംഗത്തെത്തുന്നത്. വി അബ്ദുറഹിമാനെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങൾ DF-ന്റെ ഭാഗത്തുനിന്ന് ഇവിടെ നടത്തുകയുണ്ടായി. ആ കാര്യത്തിൽ ഞങ്ങൾ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വരണാധികാരിക്കും എല്ലാം പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. താനൂരിലെ ദാരുണമായ സംഭവമായിരുന്നു ബോട്ടപകടത്തിൽ 22 പേര് മരിച്ച സംഭവം. അത് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായി കുറ്റക്കാരനാക്കി ചിത്രീകരിച്ച് ഒരു കൊലപാതകി 22 പേരെ കൊന്ന് കൊലപാതകി ഇവിടെ സഞ്ചരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള പ്രചരണം ഇവർ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലം വിട്ടുകൊടുക്കാത്ത ആളാണ് എന്നുള്ള പ്രചരണവും നടത്തുകയുണ്ടായി. ഇതൊക്കെ പിന്നീട് UDF-ന്റെ പ്രകടന പത്രിക ഇറങ്ങിയപ്പോൾ അതിനകത്തും ഈ കാര്യങ്ങളൊക്കെ വീണ്ടും പരാമർശിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വ്യക്തമായ പരാതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. 22 പേരെ കൊന്ന വി അബ്ദുറഹിമാൻ എന്ന ബോർഡിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രചരണ വാഹനത്തിൽ അവർ നടത്തിയ പ്രചരണം, അബ്ദുറഹിമാൻ ഒരു കൊലപാതകിയാണ് എന്നുള്ള രൂപത്തിൽ നടത്തിയ പ്രചരണം, അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതും ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും പോലീസിനും കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നടപടി വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പൊ അങ്ങനെ നടപടി വരും. അത് നടപടി വന്നാലും വന്നില്ലെങ്കിലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതിനു മുമ്പ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ആ കാര്യമാണ് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കാറുള്ളത്. കാരണം ഇതൊരു ചട്ടലംഘനമാണ് ശരിക്ക്. കാരണം സമൂഹത്തിൽ ഇല്ലാത്തൊരു കാര്യം പ്രചരിപ്പിച്ച് ഒരാളെ കൊലപാതകിയാക്കി ചിത്രീകരിച്ച് രാജ്യത്ത് മുഴുവനും പോസ്റ്റർ ഒട്ടിക്കുക, ബോർഡ് വെക്കുക, അനൗൺസ്മെന്റ് നടത്തുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ജനാധിപത്യ മര്യാദയുടെ അതിർവരമ്പുകളിൽ ലംഘിച്ച് അതിനങ്ങേ അറ്റാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണം. അത്തരം ബോർഡുകളും പ്രചരണ സാമഗ്രികളും നീക്കം ചെയ്യണം. മറുഭാഗത്ത് ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുണ്ട്. ഈ വിഷയത്തിൽ തന്നെ ജില്ലാ കളക്ടർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണം ചോദിക്കുക എന്ന് പറയുന്നത് ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമത്തിന്റെ തുടർച്ച എന്നുള്ള രൂപത്തിൽ ബാക്കി കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തിരൂരിൽ വികസനം ചർച്ച ചെയ്യാൻ UDF സ്ഥാനാർത്ഥി തയ്യാറാകുന്നില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കള്ളപ്രചാരണങ്ങളിലൂടെ പ്രചാരണം വഴിതിരിച്ചു വിടുകയാണ്. അബ്ദുറഹ്മാനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ വരെ ശ്രമം നടക്കുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരു UDF നേതാവ് പോലും അബ്ദുറഹ്മാനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നിരിക്കെ ഇടത് സ്ഥാനാർത്ഥിയെ താറടിച്ചു കാണിക്കാനും മോശക്കാരനാക്കാനുമാണ് ശ്രമം. രാഷ്ട്രീയ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ച പ്രചാരണമാണ് ഇത്തവണ തിരൂരിൽ ലീഗ് നടത്തിയതെന്നും സ്ത്രീകളെ ഉൾപ്പെടെ വ്യാപക നുണപ്രചാരണത്തിന് ഉപയോഗിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. തിരൂരിൽ അബ്ദുറഹ്മാൻ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് തങ്ങൾ സ്വീകരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അബ്ദുറഹ്മാന്റെ പാകിസ്ഥാൻ പരാമർശത്തെ ആലങ്കാരിക പ്രയോഗമായി കണക്കാക്കാനേയുള്ളൂവെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അതൊക്കെ ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. ഇപ്പൊ നേതാക്കന്മാരായ ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും ആലങ്കാരികമായിട്ട് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് പറയുമല്ലോ. അത്ര കണക്കാക്കിയാൽ മതി. അല്ലാതെ അതിനകത്തൊന്നും മറ്റൊന്നുമില്ല. അതൊന്നും നമ്മളങ്ങനെ അത് ഞാൻ ചോദിക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് എത്ര വിഡ്ഢിത്തരങ്ങളാണ് ഓരോ UDF നേതാക്കന്മാരും പറയുന്നത്. അതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ അതിനല്ലേ നേരെ ഉള്ളൂ. നമ്മളതൊന്നും കാര്യത്തിലെടുക്കുന്നില്ല. നമ്മൾ വി അബ്ദുറഹിമാൻ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നമുക്കറിയാലോ. വി അബ്ദുറഹിമാന്റെ ജീവചരിത്രം നമുക്കറിയാലോ. നമ്മളെ നാട്ടുകാരനാണല്ലോ. ഒരു കറകളഞ്ഞ മതനിരപേക്ഷവാദിയായി ഇവിടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും 5 നയാ പൈസയുടെ അഴിമതി പോലും നടത്താതെ നാടിനെ സേവിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ് വി അബ്ദുറഹിമാൻ. അത്രേ അതിന് കാണേണ്ടതുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ രാജ്യത്തെ കുറ്റപ്പെടുത്താനല്ലല്ലോ. ഇപ്പൊ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇസ്രായേൽ രാജ്യം മോശക്കാരായതുകൊണ്ടോ, ഇറാനെ കുറിച്ച് ഇറാൻ മോശക്കാരായതുകൊണ്ടോ അല്ലല്ലോ. അതൊക്കെ ഒരു നയപരമായി പറയുമ്പോൾ ചിലത് അതിന് വിട്ട് പറയുന്നുള്ളതല്ലാതെ വേറെ അതിലൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ ചെയ്യും. ആ വോട്ടുകളൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാൻ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും വോട്ട് ചെയ്യും. ആ വോട്ടൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. അതിന് രാഷ്ട്രീയമില്ല. അതിൽ മനസ്സിലായില്ലേ? ആ പാർട്ടി ഈ പാർട്ടി എന്നുള്ള വ്യത്യാസമില്ല.
തിരൂർ അബ്ദുറഹ്മാൻ വിജയിച്ചാലേ വികസനം ഉണ്ടാകുകയുള്ളൂ എന്നാഗ്രഹിക്കുന്ന എല്ലാ മാന്യ ബഹുജനങ്ങൾക്കും വോട്ട് രേഖപ്പെടുത്താം. അതിന് യാതൊരു തടസ്സവുമില്ല. UDFന്റെ അഴിമതിയോ വികസന മുരടിപ്പോ നയരാഹിത്യമോ ചൂണ്ടിക്കാണിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് ലീഗ് പുലർത്തുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. CPM ഏരിയ സെക്രട്ടറി ടി ഷാജിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.